വെൽക്കം ബാക്ക് ടു ഉർമീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്ക സാമ്പാർ. അതിന് വേണ്ട മസാല ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരു 3 സ്പൂണ് കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണ ചൂടായാൽ കുറച്ച് കായം, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ. കായം ജാസ്തി ഇടരുത്, കറക്റ്റ് ഇടണം അത്. പിന്നെ 2 ടേബിൾ സ്പൂണ് ധനിയ, 2.5 ടേബിൾ സ്പൂൺ ധനിയ. പിന്നെ ഒരു 10 മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇടാം. അത് കുറച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ തേങ്ങ ആഡ് ചെയ്യണം. സാമ്പാർ മസാല, ഇത് സാധാരണ സാമ്പാർ മസാല കുറച്ച് ഫ്രൈ ആകണം. ധനിയ കുറച്ച് ഫ്രൈ ആയ ഉടനെ 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഉണ്ട്. കുറച്ച് നല്ല ബ്രൗൺ ആകുന്നത് വരെ കോക്കനട്ട് ഫ്രൈ ആകണം. സാധാരണ സാമ്പാർ മസാല തന്നെ ഇത്. ഇപ്പോൾ തേങ്ങ കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലും ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം, പക്ഷേ ഞാൻ ഇത്രേ ആക്കാറുള്ളൂ. അധികം വറക്കാത്തത്. ഈ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് നല്ല കുക്കാവുമ്പോൾ അത് കറുപ്പ് കളർ തന്നെ വരും, നല്ല ബ്രൗൺ കളർ വരും. അതുകൊണ്ട് ഇത് തേങ്ങ അധികം വറക്കണം എന്നില്ല, പക്ഷേ അത് പച്ച സ്മെല്ല് പോകണം. കൈപ്പക്ക ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1/2 kg കൈപ്പക്കയാണ്. ഇങ്ങനെ കുരുവെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വെള്ളം ചൂടായിട്ടുണ്ട്, ഇതിൽ വെള്ളത്തിലിടുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇത് കയ്പ്പ് അധികമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതായത്. കയ്പ്പ് നിങ്ങൾക്ക് സാറില്ലെങ്കിൽ നമുക്കതെടുക്കാം. ഇതിപ്പോൾ ബോയിലായി വെള്ളം സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഫ്രൈ ചെയ്യണം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഇടുന്നുണ്ട്. ഒരു വലിയ ഉള്ളി വലുത് സ്ലൈസ് ചെയ്തത്. കയ്പ്പ് കൂടുതൽ വേണ്ടെങ്കിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം തിളപ്പിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം. ഡയറക്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂടി ഇങ്ങനെ ഉള്ളി വാട്ടിയിട്ട്, ഉള്ളിയും കയ്പ്പൊക്കെ വാട്ടിയതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാൻ പാടില്ല. ഇതായി. ഇപ്പോൾ ഞാനിതിന് മസാല ഒഴിച്ച് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സാമ്പാർ മസാല ഇപ്പോൾ പേസ്റ്റ് ചെയ്ത മസാല ഒഴിച്ച് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ സോൾട്ട് ഇടുന്നുണ്ട്, ഉപ്പ്. ഇത് ആഡ് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ.